ഇതിനകത്തെ വന്ന ഒരു ചോദ്യത്തിനുള്ള ഉത്തരവാണേ. ചെറിയ ഒരു വീടുണ്ടാക്കുന്നതിന് ചേച്ചി നമ്മൾ എങ്ങനെയാണ് സമ്പാദിക്കേണ്ടതെന്ന്. അതെ, കുറേ കാര്യങ്ങൾ നമ്മളിതിനകത്ത് പറയണം. വീടുകൾ എന്ന് പറയുന്നത്, വീട് എന്ന് പറയുന്നത് നമ്മുടെ മലയാളീസിനാണ് ഏറ്റവും കൂടുതൽ ക്രേസ് എന്ന് എനിക്ക് തോന്നുന്നു. ഞാനും അതിൽപ്പെട്ട ഒരാളാണ്. അത് ആവശ്യമാണ്. പക്ഷേ നമ്മൾ സമ്പാദിക്കുമ്പോൾ തന്നെ, അതായത് ഇപ്പോൾ കല്യാണം കഴിക്കുമ്പോൾ തന്നെ നമുക്കൊരു ധാരണ ഉണ്ടെങ്കിലില്ലേ, ഒരുപാട് പൈസ നമുക്ക് അതിൽ തന്നെ സേവ് ചെയ്തിട്ട് നമുക്കൊരു വീടാക്കാൻ പറ്റും. എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പം നമ്മൾ മിക്കവാറും തന്നെ യങ്സ്റ്റേഴ്സൊക്കെ, എല്ലാവരും ഒരുമാതിരി യങ്സ്റ്റേഴ്സൊക്കെ ബാംഗ്ലൂരിലാണ് ജോലി കിട്ടി പോകുന്നത്, ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റ് വഴി. ബിക്കോസ് അവിടെയാണല്ലോ മിക്ക കമ്പനീസും അവിടെ അങ്ങോട്ട് വന്ന് കൂടിയേക്കാണ്. അപ്പം ഈ പിള്ളേരെല്ലാം അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ കല്യാണം കഴിക്കുമ്പോഴേക്കും നമുക്കൊരു ധാരണയുണ്ട്, കുറച്ച് നാൾ ഇവിടെ ബാംഗ്ലൂരിലാണ് ഇരിക്കാൻ പോകുന്നതെന്ന്. സോ നിങ്ങൾക്ക് മെമ്മറീസ് വേണോ, നിങ്ങൾക്ക് വീട് വേണോ എന്ന് അന്നേ തീരുമാനിക്കുക. ഈ ചോദ്യം ചോദിച്ച ആൾ അതിൽ കുറച്ച് എന്താ പറയുക, പ്രായം ഉണ്ടെങ്കിൽ ഇതൊന്നും പറ്റില്ല. ഞാൻ ഒരു ജനറൽ ആയിട്ടുള്ള കാര്യം എടുത്ത് പറയാണ് കേട്ടോ. ഈ കുട്ടികൾ മിക്കവാറും തന്നെ രണ്ട് കൂട്ടർക്കും ഒരു മിനിമം സാലറി റേഞ്ചിൽ എഞ്ചിനീയറിംഗ് പഠിച്ചത്, MBA പഠിച്ച് അങ്ങനെയൊക്കെ ഒരു 60,000 ടേക്ക് ഹോം ഒക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല, അങ്ങനെ ഞാൻ അനുമാനിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ രണ്ടുപേര് കല്യാണം കഴിക്കുകയാണെങ്കിൽ, കല്യാണം കഴിക്കാൻ തീരുമാനിച്ചെങ്കിൽ അച്ഛനമ്മമാരുടെ കൂടെ രണ്ട് പേരുടെയും കൂടെ ഇരുന്നിട്ട് പറയാം, ഞങ്ങൾക്ക് നിങ്ങൾ എത്രയാണ് ചിലവാക്കാൻ പോകുന്നത് അതൊരു മിനിമത്തിൽ ചിലവാക്കിയിട്ട്, ഇപ്പോൾ ഒരു 15 ലക്ഷം ചിലവാക്കാനാണ് അച്ഛൻ്റെ ഉദ്ദേശമെങ്കിൽ, പെണ്ണിൻ്റെ അച്ഛൻ്റെ ഉദ്ദേശമെങ്കിൽ, അച്ഛനൊരു 5 ലക്ഷത്തിൽ അത് ചുരുക്കിയിട്ട് ആ 10 ലക്ഷം ഇങ്ങോട്ട് തന്നോളൂ. അതേപോലെ ആണിൻ്റെ അച്ഛനും ഇതുപോലെ അവരും ഇത് ചെയ്യുമല്ലോ, എന്താ പറയുക, വൈകുന്നേരങ്ങളിൽ പാർട്ടിയൊക്കെ നടത്തും. അപ്പോൾ അതിനൊക്കെ നല്ല 5 സ്റ്റാർ ഹോട്ടലിൽ നടത്തുന്നവരുണ്ടാവും, അല്ലെങ്കിൽ റിസോർട്ടിൽ നടത്തുന്നവരുണ്ടാവും. അപ്പോൾ അതിനൊക്കെ അത്രയും പൈസയാവും. അവരുടെ അടുത്ത് പറയുക, നമുക്കും ഇതൊരു ചേഞ്ചായിട്ട് രണ്ട് കൂട്ടരും കൂടെ ഒന്നിച്ച് ഒരു റിസപ്ഷൻ അമ്പലത്തിൽ താലി കെട്ടോ, അല്ലെങ്കിൽ വീടുകളുള്ളവരാണെങ്കിൽ ഗ്രാമങ്ങളിലൊക്കെ അപ്പൂപ്പന്മാരുടെ വീടൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ മുമ്പിൽ ഒരു പന്തലൊക്കെ കെട്ടിയിട്ട് നല്ല ഭംഗിയായിട്ട് കഴിക്കാം. അമ്പലത്തിൽ പോയി താലി കെട്ടിയിട്ട് വന്നിട്ട് ഇവിടെ ഒരു നല്ല സദ്യ കൊടുക്കാം. എല്ലാം വളരെ വളരെ എന്താ പറയുക, നാച്ചുറലും ആയിരിക്കും, പഴയ കാലത്തേക്ക് ഒരു ഓർമ്മത്തള്ളലായിരിക്കും അല്ലേ. പെണ്ണിൻ്റെ വീട്ടിലെ അപ്പൂപ്പൻ്റെ വീട്ടിൽ സ്ഥലം ഉണ്ടെങ്കിൽ, അമ്മാവൻ്റെ വീട്ടിൽ സ്ഥലം ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യൂ. അതൊക്കെ ചെയ്യുകയാണെങ്കിൽ ഈസിലി ഒരു 20 ലക്ഷം നിങ്ങൾക്ക് ആ കുട്ടികൾക്ക് കൊടുക്കാം. അത് കൊടുത്തിട്ട് അവർക്ക് കൊണ്ടുപോയി ഡൗൺ പേയ്മെൻറ്റിന് കൊടുക്കാം. പിന്നെ അവർക്ക് ഈസി ആയിട്ട് ലോൺ കിട്ടും. ഞാൻ പറയുന്ന അതൊരു വികാരമാണ്. വീടെന്ന് പറയുന്നത്. ആരെന്ത് പറഞ്ഞോട്ടെ, നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിലിട്ട് SIP ഇട്ട് 5 വർഷം വെയിറ്റ് ചെയ്യൂ. ഈ 20 ലക്ഷം ഇല്ലാത്ത ആളുകൾ അങ്ങനെ ചെയ്യണം. SIP ഇടുക, മ്യൂച്വൽ ഫണ്ടിലിടുക, എന്നിട്ട് ഒരു 5 വർഷം വെയിറ്റ് ചെയ്തിട്ട് മൂലധനം ഉണ്ടാക്കിയിട്ട്, കാരണം നിങ്ങൾ യങ് അല്ലേ, 30 വയസ്സ് അല്ലേ ഉള്ളൂ, 35 വയസ്സാകുമ്പോഴേക്കും മതി. 5 വർഷം നിങ്ങളൊന്ന് ചുരുങ്ങി ജീവിക്കുക. അതായത് ചുരുങ്ങി ജീവിക്കുക എന്ന് പറഞ്ഞാൽ കുക്ക് അറ്റ് ഹോം, സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ടുവന്ന് കുക്ക് അറ്റ് ഹോം. നമ്മൾ പുറത്ത് പോയി സാധനം എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പൈസ പോകുന്നത് അറിയില്ല. അപ്പം അങ്ങനെയൊക്കെ നിങ്ങൾ രണ്ടുപേരും, അതായത് ഹസ്ബൻഡും വൈഫും ഒന്നിച്ചിരുന്ന് ചിന്തിച്ച് ഇതുപോലെ അലൈൻമെൻറ്റിൽ പോവുകയാണെങ്കിലുണ്ടല്ലോ, യു വിൽ റോക്ക്. ഇത് യങ്സ്റ്റേഴ്സിന് വേണ്ടിയിട്ടുള്ളത്. ഇപ്പോൾ എന്നെ ചോദിച്ച ആൾ, സപ്പോസ് അവർ ഓൾറെഡി വന്ന വീട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിലപ്പം നാട്ടിൽ കുറച്ച് സ്ഥലമുണ്ട്, പൂർവികരായിട്ട് കൊടുത്ത ഭാഗം കിട്ടിയ സ്ഥലമുണ്ട്. നമുക്കൊന്നും അങ്ങനത്തെ ഭാഗ്യമൊന്നും ഇല്ല കേട്ടോ. ഞങ്ങൾക്കൊന്നും പൂർവികരുടെ ഒന്നും അങ്ങനെയൊന്നുമില്ല. അച്ഛനും അമ്മയും എന്നെ വിവാഹം കഴിച്ചതോടുകൂടി അവരുടെ ചുമതലയായിരുന്നു. അരവിന്ദിൻ്റെ വീട്ടിൽ നത്തിങ് ടു ടേക്ക്. അപ്പോൾ നമ്മൾ പൂർവിക സ്വത്തൊന്നും നോക്കുന്നില്ല. പൂർവിക സ്വത്ത് ഉണ്ടെങ്കിലാണ് കേട്ടോ ഞാൻ പറയണത്. ഈ സ്വത്ത് ഇല്ല എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ ഇല്ലാത്തവരും ഉണ്ട്. നിങ്ങൾ എന്നെ കാണുമ്പോൾ ഞാൻ ഭയങ്കര ഒരു സംഭവമാണെന്നൊന്നും വിചാരിക്കണ്ട. കാരണം ഐ ഓൾസോ സ്റ്റാർട്ടഡ്, എൻ്റെ പഴയ വീഡിയോസ് ഒന്ന് പോയി നിങ്ങൾ നോക്കണം കേട്ടോ. എൻ്റെ സ്ട്രഗിൾസ് അതിലുണ്ട്. അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഞാൻ ഏത് പാതയിലൂടെയൊക്കെ നടക്കേണ്ടി വന്നു എന്നുള്ളത്. അത് ഓരോരുത്തരുടെ എന്താ പറയാം ഓരോരുത്തരുടെ വിധി എന്ന് തന്നെ പറയാം. നമ്മളിതൊക്കെ ചെയ്യണം എന്നുള്ളത്. അങ്ങനെ ആ പാതയിലൂടെ നടന്നുകൊണ്ട് ഇന്ന് എനിക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള അനുഭവ സമ്പത്തുണ്ടായി എന്നുള്ളതാണ്. ഒരു പാമ്പേർഡായിട്ടുള്ള ഒരു പെൺകുട്ടി ഇത്രയും അനുഭവങ്ങളുടെ തീച്ചുള്ളിയിലൂടെ ഒന്നും നടന്നു പോയെന്നിരിക്കില്ല. അപ്പോൾ എനിക്ക് ഒരു പക്ഷേ യൂണിവേഴ്സ് കരുതി വെച്ചിരിക്കുകയായിരിക്കാം, നീ ഇങ്ങനെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കും, അവർക്കും ഉപകാരമാവട്ടെ, അടുത്ത ജനറേഷന് ഉപകാരമാവട്ടെ, അങ്ങനെയായിരിക്കാം. ഓക്കെ, അപ്പോൾ ആ ആളുകൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഞാൻ അനുമാനിക്കുന്നു അവർക്കൊരു ചെറിയ
സ്ഥലമുണ്ടെന്ന് അനുമാനിക്കുന്നു കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഒരു ജോലി ഉണ്ടെങ്കിൽ 25%ഓളം നിങ്ങൾ കുറച്ച് നാൾ ഒരാളിൻ്റെ ഇടയിൽ പറയണ്ടേ, 25%ഓളം RD ഇടൂ, എന്നിട്ട് റിക്കറിങ് ഡിപ്പോസിറ്റ് അത് ചെയ്യൂ, എന്നിട്ട് 5 വർഷം കഴിയുമ്പോൾ നിങ്ങൾ വീട് വെക്കുന്നു. അത് നല്ല ഐഡിയ ആണ്. അത് 5 വർഷം കഴിയുമ്പോഴേക്കും ഒരു 10-20 ലക്ഷമെങ്കിലും ഉണ്ടാവില്ലേ. 25,000 രൂപ വെച്ചിടും, എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ അതിൻ്റെ കണക്കുകളൊന്നും. എന്നാലും പോട്ടെ, 25,000 10 മാസം തന്നെ ആയില്ലേ 2.5 ലക്ഷം. അപ്പോൾ 5 വർഷം എന്ന് പറയുമ്പോൾ തന്നെ 10-15 ലക്ഷമായില്ലേ. അപ്പോൾ അതിൻ്റെ ഒരു കണക്ക് കൂട്ടലും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ 20 ഉണ്ടാവുമെന്ന് ഞാൻ അനുമാനിച്ച് പറഞ്ഞാണ്. അപ്പോൾ അത് കറക്റ്റാണ്. അത് വെച്ചിട്ട് വീട് കെട്ടാലോ. ഒരുപാട് വലിയ വീട് കെട്ടാൻ പോവല്ലേ, നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം കിട്ടും. നമ്മൾ ആ വീട് ഒരു ആർഭാടം എന്നുള്ള രീതിയിൽ കാണാതെ, വീട് നല്ല ഭംഗിയായിരിക്കണം, നല്ല വിശാലമായ അകത്തളങ്ങളൊക്കെ ഉണ്ടാവണം. പക്ഷേ കുറച്ച് തോട്ടം, കുറച്ച് പച്ചക്കറി വെക്കാനും കുറച്ച് പൂക്കൾ വെക്കാനും ഒക്കെ ആയിട്ടുള്ളൊരു തോട്ടമൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു വീട്. അങ്ങനെയാകുമ്പോൾ ഈ വീടിൻ്റെ ഉള്ളിലുള്ള ഈ ഐറ്റംസ് ഇല്ലേ, ഭയങ്കര കണ്ടിട്ടില്ലേ, കുറേ സാധനങ്ങൾ വാങ്ങിച്ചു വയ്ക്കും, ഈ വളവളവളവളാന്നിരിക്കും. സീലിങ്സ് എല്ലാം വന്നിട്ട് ഫുൾ ആർട്ടിഫിഷ്യൽ ലൈറ്റിങ്. ഇതൊന്നും പാടില്ല. ഞാൻ പറയുന്നില്ല, നാച്ചുറൽ ആയിട്ടുള്ള ലൈറ്റിങ്ങും, അതായത് ജനലും വാതിലുകളൊക്കെ നിറയെ കൊടുത്തിട്ട് അതൊരു ഫ്ലോ ചെയ്യാനുള്ള, എയർ ഫ്ലോ ചെയ്യാനും ലൈറ്റ് ഫ്ലോ ചെയ്യാനുള്ള ഒരു വീട്. അപ്പോൾ 20 ലക്ഷത്തിന് വീട് പറ്റുമോ ചേച്ചി എന്ന് ചോദിച്ചാൽ അത് ആർക്കിടെക്റ്റിനോട് ചോദിക്കും. പറ്റും, നിങ്ങൾക്ക് സാധിക്കും. നമ്മുടെ ആഗ്രഹങ്ങൾ ചുരുക്കി, ആരെല്ലാം ഇവിടെ ചുറ്റിനുള്ള വരാന്തയൊക്കെ നമ്മൾ ഈ മറ്റേ ഇതിൽ കൊടുത്താൽ മതിയല്ലോ, സപ്പോർട്ടേഴ്സ് വെച്ചിട്ട് കൊടുക്കുന്നതല്ലേ നല്ലത്. അതിന് വാർക്കണ്ട, സിമെൻറ്റ് വേണ്ട, കുറച്ച് കമ്പി മാത്രം മതി, സ്റ്റീൽ മാത്രം മതി, പിന്നെ ഓടിട്ടാൽ മതി, നല്ല ഭംഗിയുണ്ടാവും. ഞാൻ എൻ്റെ ടെറസിൽ അങ്ങനെ ചെയ്തിട്ടുണ്ട് മദ്രാസിലെ വീട്ടിൽ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അതിന് അധികം പൈസ ആവില്ലല്ലോ, അതാണ് ഞാൻ പറഞ്ഞു കേട്ടോ. പിന്നെ പറ്റും അതിലൊരു ചെറിയ വീട് വെക്കാനുള്ള പണം നമുക്ക് സേവിക്കാനായിട്ട് 25% SIP ഇടാനായിട്ട് അറിയുന്നവരാണെങ്കിൽ അതിലിടൂ. സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ. അത് 5 വർഷത്തിന് മുകളിലേക്കുള്ള ഇക്വിറ്റീസിലൊക്കെ ഇടുന്നതാണ് നല്ലത്. കാരണം ഈ മാർക്കറ്റിൻ്റെ ഫ്ലക്ച്വേഷൻസ് ഒന്നും ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. ഏത് SIP ആണ് ഇടേണ്ടതെന്നുള്ളത് നിങ്ങളൊരു ഫിനാൻഷ്യൽ പ്ലാനറെ തന്നെ കാണണം. ഐ എം നോട്ട് എ ഫിനാൻഷ്യൽ അഡ്വൈസർ, ഐ എം നോട്ട് സപ്പോസ് ടു ഡു ദാറ്റ് ഓൾസോ. അത് പറഞ്ഞാൽ അതിലെന്തെങ്കിലും പൊട്ടത്തരം പറഞ്ഞു കഴിഞ്ഞിട്ട് അത് ശരിയാവില്ലല്ലോ. ഞാൻ ചെയ്ത സാധനം എന്താണെന്ന് ഞാനൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഫ്രാങ്ക്ലിൻ ടെമ്പിൾട്ടൻ്റെ ഒരു SIP ആണ് ഞാൻ എടുത്തത്. പക്ഷേ അതൊക്കെ കുറേ SIP ഒക്കെ അതിലും പ്രശ്നമായിട്ടൊക്കെ പോയിട്ടുണ്ട്. സോ ഐ എം നോട്ട് ഗോയിങ് ടു റെക്കമെൻഡ് എനിത്തിങ്. അങ്ങനെ ഒരു റെക്കമെൻഡേഷൻ ചെയ്യാൻ പാടില്ല എന്ന നിയമമുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാനങ്ങനെ പറഞ്ഞത്. അപ്പോൾ നിങ്ങളത് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിലാവുമ്പോഴേ നമുക്കൊരു വലിയ ഒരു ബേർഡനില്ലാണ്ട് വരും. 1000 രൂപ വെച്ചൊന്ന് ഇട്ടാൽ മതി. 1000 രൂപ സമ്പാദിക്കാത്ത ആരും ഉണ്ടാവില്ലല്ലോ ഒരു മാസം. 1000 രൂപ നിങ്ങൾ അതിലേക്ക് മാറ്റി വെക്കുക, എന്നിട്ട് അതിനെപ്പറ്റി മറന്നേക്കുക. ഒരു 10-15, ഇപ്പോൾ 80,000 നിൽക്കുകയല്ലേ സെൻസെക്സ്. ആലോചിച്ച് നോക്കൂ, 1.5 വർഷം 1.5 ലക്ഷമാകും ആ സെൻസെക്സ് എന്ന് ആലോചിച്ച് നോക്കൂ, കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഈ SIP എങ്ങനെ വളർന്നുണ്ടാവും? അതാണ് അതിൻ്റെയൊക്കെ ഒരു കണക്കിലെ കളികളൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പറഞ്ഞു ഞാൻ പറയുന്നു എന്ന് മാത്രം, എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത്. പിന്നെ ഒരു വീട് വേണമെന്ന് ആഗ്രഹിക്കുന്നവർ അത് മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. നിങ്ങൾ എന്ത് സാധനം നിങ്ങളൊന്ന് പർച്ചേസ് ചെയ്യാൻ പോകുമ്പോഴും നിങ്ങൾ 3-4 പ്രാവശ്യം ചിന്തിക്കണം. ഒരു സാരി ആണെങ്കിൽ പോലും അപ്പം നിങ്ങൾ ചിന്തിക്കണം, ഇതെനിക്കിപ്പോൾ ആവശ്യമുണ്ടോ? എൻ്റെ അലമാരിയിൽ 10-25 എണ്ണം വെറുതെ ഇരിപ്പുണ്ടെങ്കിൽ ഞാൻ എന്തിനാ അത് വാങ്ങിക്കുന്നത്? എനിക്ക് ആവശ്യമില്ല ഇപ്പോൾ. അങ്ങനെ ചിന്തിച്ചിട്ട് അതങ്ങ് ഒഴിവാക്കുക. ആ പണം നിങ്ങൾ കൊണ്ടുവന്ന് ഉടനെ തന്നെ നിങ്ങൾ ചിലവാക്കാമെന്ന് ഉദ്ദേശിച്ച പണം നിങ്ങളുടെ പേഴ്സിലുണ്ടായിരുന്നെങ്കിൽ ഉടനെ തന്നെ കൊണ്ടുവന്ന് നിങ്ങളത് നിങ്ങളുടെ RDയിലേക്ക് ഇടുന്നുണ്ടല്ലോ പണം, അതിൻ്റെ കൂടെ തന്നെ ഒരു RD കൂടെ തുടങ്ങിക്കോളൂ, എന്നിട്ട് അതിലേക്ക് ഇങ്ങനെ ഇട്ടോളൂ. അല്ലെങ്കിൽ ഒരു സേവിങ്സ് ബുദ്ധിമുട്ടായിരിക്കും, 2-3 RD കൊണ്ടെടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ സേവിങ്സ് ബാങ്കിൽ കുറച്ച് ദിവസം വെച്ച് നോക്കൂ, ആ പണം അവിടെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞ് അത് ഡെപ്റ്റ് ഫണ്ടിലേക്ക് മാറ്റാം. ഇതൊക്കെ എന്താ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ, ഇതൊക്കെ നിങ്ങൾ ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറെ കണ്ട് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം ചോദിക്കാം. എന്താണ് SIP, എന്താണ് ഡെറ്റ് ഫണ്ട്, എന്താണ് ഈക്വിറ്റി ഫണ്ട്, എന്തുകൊണ്ടാണ് നമ്മൾ ഇൻഡെക്സ് ഫണ്ട്സ് എന്താണ്, ഇതൊക്കെ അവർ പറഞ്ഞു തരും. ഞാൻ ഇതിലിരുന്ന് പറഞ്ഞത് തെറ്റിപ്പോയി കഴിഞ്ഞാലില്ല, അറിവുള്ളവർ ഇഷ്ടം പോലെ പേരുണ്ട് വേറെ, അത് പറയാൻ പാടില്ല. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ചെയ്യാമെന്ന് മാത്രമല്ലേ ഞാൻ പറഞ്ഞു തരാൻ പാടുള്ളൂ. അപ്പോൾ ഒരു വീടുണ്ടാക്കണമെങ്കിൽ മനസ്സിൽ വീടിനെ പറ്റിയിട്ടുള്ളൊരു ചിന്തയും വേണം. എങ്ങനത്തെ വീടായിരിക്കണം എന്ന് നിങ്ങൾ വരച്ചു വയ്ക്കൂ ഡയറിയിൽ. നിങ്ങൾ വരയ്ക്കുന്ന ആളല്ലെങ്കിൽ പോലും വരയ്ക്കൂ, ജേർണൽ ചെയ്യൂ. എൻ്റെ വീട് ഇങ്ങനെയായിരിക്കും. ഉമ്മറത്ത് ഒരു വലിയ കസേരയിട്ട് ഞാനിങ്ങനെ ഇരിക്കും, ചായ കുടിക്കും വൈകുന്നേരം, ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് പുറത്ത്. ഇതൊക്കെ ഇങ്ങനെ ചിന്തിക്കൂ, നിങ്ങൾക്കത് കിട്ടിയതായിട്ട് വിചാരിക്കൂ. എന്നിട്ട് അതിനുവേണ്ടി വർക്കും ചെയ്യണം. അല്ലാണ്ട് പറഞ്ഞ പോലെ ലോ ഓഫ് അട്രാക്ഷൻ എനിക്ക് വർക്ക് ചെയ്യുന്നില്ല ചേച്ചി, ഞാൻ എഴുതി വെച്ചു,
അങ്ങനെയല്ല, എഴുതി വെച്ചിട്ട് നിങ്ങൾ വർക്ക് ചെയ്യണം. നിങ്ങളുടെ എന്തായാലും എല്ലാവരും ജോലിക്ക് പോകുന്നവരായിരിക്കും, അല്ലെങ്കിൽ ഹസ്ബൻഡ്സ് ജോലിക്ക് പോകുന്നവരായിരിക്കും. എവിടെ ഐക്യമുണ്ടോ അവിടെ ഫിനാൻഷ്യലായിട്ടുള്ള ആ ഒരു ഉയർച്ച ഉണ്ടാവും. ഒരാൾ ഒരു വഴിക്ക് പോയി ചിലവാക്കുകയും മറ്റൊരാൾ വേറൊരു വഴിക്ക് ചിലവാക്കുകയും ചെയ്യുമ്പോൾ പണത്തിൻ്റെ ആ ഒരു എന്താ പറയുക, ഒന്നിച്ചുള്ള വളർച്ച ഉണ്ടാവില്ല. രണ്ടുപേരും ജോലി ചെയ്യുന്നുണ്ട്, പണമൊന്നും കാണാനില്ല, അങ്ങനെ വരുന്ന കുടുംബങ്ങളും ഉണ്ട്. സോ അത് ശ്രദ്ധിക്കുക. നമ്മളെപ്പോഴും ഒരു കാര്യം മനസ്സിൽ ഊന്നിക്കഴിഞ്ഞാലുണ്ടല്ലോ അത് സാധിക്കും. നമ്മൾ വിചാരിച്ച് സാധിക്കാത്തതായിട്ടൊന്നും ഇല്ലെന്നേ. എത്രയോ വർഷം മുമ്പ് ഞാൻ ആ വീട് മേടിക്കുമ്പോഴേ, മദ്രാസിലെ വീട് മേടിക്കുമ്പോൾ അന്ന് ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരണമെന്നൊന്നും ഇല്ലായിരുന്നു. എനിക്ക് നല്ല ജോലിയുണ്ട് അവിടെ, അരവിന്ദിന് നല്ല ജോലിയുണ്ട് ആ സമയത്ത്. അപ്പോൾ ഞാൻ എന്നോട് ചോദിക്കുമ്പോൾ എന്നോട് ഫ്രണ്ട് ചോദിക്കേ, താനിത് ഒരുപാട് ലോൺ എടുത്തിട്ടുണ്ടല്ലോ, ഒരു വലിയ എമൗണ്ട് ആയിരുന്നു കേട്ടോ, അപ്പോൾ എങ്ങനെ ഇത് അടയ്ക്കും? ഞാൻ പറഞ്ഞു അതിപ്പോൾ ഉണ്ടല്ലോ ജോലി, അങ്ങനെ അടയ്ക്കും. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ ഞങ്ങളൊരു ഓവർസീസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല കേട്ടോ. അരവിന്ദിന് എവിടെയെങ്കിലും ഒരു ഗൾഫ് കൺട്രിയിൽ കിട്ടും, അപ്പോൾ പിന്നെ നല്ല പൈസ ആയിരിക്കില്ലേ, അപ്പോൾ ഞങ്ങളങ്ങനെ അടച്ചു തീർക്കുന്നു പറഞ്ഞു. അതിന്ന് സാധിക്കുന്നു. ഞാനത് ഒന്നും ആലോചിച്ചിട്ട് പറഞ്ഞതല്ല, പക്ഷേ എനിക്ക് അങ്ങനെ ഒരു തോട്ട് വന്നു. സപ്പോസ് ഇവിടുത്തെ ജോലികൾക്ക് അങ്ങനെ പ്രശ്നങ്ങൾ വന്നാലോ, അന്നൊന്നും ഒരു പ്രശ്നവും ഇല്ല കേട്ടോ ജോലിക്ക്. രണ്ടുപേർക്കും നല്ല ജോലി, നല്ല സാലറി ഉണ്ട്, EMI അടച്ചാൽ മതി. എൻ്റെ മനസ്സിലത് വന്നു എന്നുള്ളതാണ്. 5 years കഴിഞ്ഞപ്പോഴാണ്, അല്ല 5 years ഒന്നുമില്ല, 3 years കഴിഞ്ഞപ്പോഴാണ് അരവിന്ദിന് ഇവിടുത്തെ ഈ ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. അപ്പം തന്നെ അത് ഗ്രാബ് ചെയ്ത് വന്നു എന്നുള്ളതാണ്. ഇവിടെയും വന്ന് കുറച്ച് സ്ട്രഗിൾസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ജോലിയൊക്കെ പോവുകയൊക്കെ ചെയ്തു അതിൻ്റെ ഇടയ്ക്ക്. പക്ഷേ ഒരു വാതിൽ അടയുമ്പോൾ അടുത്ത വാതിൽ തുറക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങളിൽ തന്നെ നിങ്ങൾ വിശ്വസിക്കൂ. എന്തെങ്കിലും നല്ലത് നമ്മളിലേക്ക് വരുന്നുണ്ടെന്ന് എപ്പോഴും വിശ്വസിച്ചുകൊണ്ടിരുന്നുള്ളൂ. നമ്മൾ എന്തിനാണ് നെഗറ്റീവ് വിശ്വസിക്കുന്നത്? ചിലർ പറയുന്നത് ചേച്ചി ഇതൊന്നും നടക്കുന്ന കാര്യമില്ല, നടക്കും. അപ്പം ഞാൻ പറയട്ടെ, നമ്മൾ നെഗറ്റീവ് വിചാരിച്ചാൽ നമുക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? മനസ്സന്തോഷവും പോകും, മനക്കഷ്ടം വരുമെന്നല്ലാതെ. അപ്പം നമ്മൾ നല്ലത് വിചാരിച്ചുകൊണ്ടിരുന്നാൽ പോരെ? നല്ല കാര്യങ്ങൾ മാത്രം വിചാരിച്ചുകൊണ്ടിരുന്നാൽ പോരെ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഓക്കെ, ഇത്ര മതി. അപ്പോൾ വീട് വാങ്ങിക്കണം എന്നുള്ളവർ ഒരു ബുക്ക് എടുക്കുക, ആദ്യം തന്നെ എഴുതുക, വീടിനെ പറ്റിയുള്ള സങ്കല്പം എഴുതുക. അത് കഴിഞ്ഞ് മാസം ഇത്ര എനിക്ക് സേവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് എഴുതുക. അതിന് ആ സേവ് ചെയ്യുന്ന പണം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് കറക്റ്റായിട്ട് ചിന്തിച്ച് ഏതെങ്കിലും ഒരു ബാങ്കുകാർ പറയും ഇന്ന ഒരു ഇതെടുക്കൂ. ഫെഡറൽ ബാങ്കിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവർ പറഞ്ഞു തരും കേട്ടോ. ഫെഡറൽ ബാങ്കിൻ്റെ ഒക്കെ ഷെയർസൊക്കെ എപ്പോഴും നന്നായിട്ട് പോകുന്നത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ബുദ്ധി കൂടെ ഒന്ന് ഉപയോഗിച്ചിട്ട് അവിടെ അങ്ങ് തുടങ്ങുക. അങ്ങനെയാണ് എല്ലാവരും ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്ന് പറഞ്ഞിരുന്നുകൊണ്ടിരുന്ന അങ്ങനെ അറിയില്ലാതെ ഇരുന്നു പോകും. എല്ലാം അറിഞ്ഞിട്ടല്ല എല്ലാവരും ഈ ഭൂമിയിലേക്ക് വരുന്നത്. ഓക്കെ, സോ ചിയേഴ്സ്. വീട് ഒരു നല്ല സ്വപ്നമാണ്, അത് എല്ലാവർക്കും യാഥാർത്ഥ്യമാകട്ടെ കേട്ടോ. അത് യാഥാർത്ഥ്യമാകും, എന്ന് തന്നെ വിശ്വസിച്ചോളൂ. ദിവസവും എഴുന്നേറ്റിട്ട് ഇത് തന്നെ മാനിഫെസ്റ്റേഷൻ. സ്വന്തം വീട്ടിലിരുന്നാൽ ഞാനിപ്പോൾ ചായ കുടിക്കുന്നത്, ഞങ്ങളുടെ വരാന്തയിലിരുന്നാൽ അങ്ങനെ ആലോചിച്ചോളൂ കേട്ടോ. ഇതൊക്കെ ഒരു സാധാരണ സ്ത്രീ എന്തൊക്കെയാണോ ചെയ്തത് അതൊക്കെ ഞാനും ചെയ്തു. അതൊക്കെ ഞാൻ നിങ്ങളോട് പറയുന്നത് മാത്രം. കളിയാക്കുന്നവർക്ക് കളിയാക്കിക്കോട്ടെ, നമുക്ക് നഷ്ടമൊന്നുമില്ല അല്ലേ? നല്ലത് പറഞ്ഞു കൊടുക്കുന്നത് കേൾക്കുമ്പോൾ ആൾക്കാർക്ക് അതിൽ കളിയാക്കുന്നത് ഒരു തൃപ്തിയാണെങ്കിൽ ആയിക്കോട്ടെ. ഒരുപാട് പുരുഷ കേസരികളാണ് എൻ്റെ ഇതിൽ വന്നിട്ട് കണകുണാന്ന് എഴുതി വെക്കുന്നത് ഞാൻ കണ്ടു. ഐ ഡോണ്ട് കെയർ. അവർക്ക് നമ്മൾ സ്ത്രീകൾ ഇച്ചിരിയൊക്കെ മനസ്സിലാക്കി വരുന്നത് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല എന്ന് ഞങ്ങൾ വിചാരിച്ചാൽ മതി അല്ലേ? ഓക്കെ ദെൻ, സീ യു ടുമോറോ, ബൈ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, ലൈക്ക് ചെയ്യണം. ലൈക്ക് ചെയ്താലാണ് അത്ര ഇതിങ്ങനെ ഓടുള്ളൂ. എന്നെ കാണുന്ന എന്നോട് ഇഷ്ടമുള്ളവരെല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ കുറച്ച് അധികം ലൈക്സ് കിട്ടുമല്ലോ. ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് കുറച്ച് 3 മിനിറ്റെങ്കിലും കാണണം, എന്നിട്ടൊന്ന് ലൈക്ക് ചെയ്യണേ. ഓക്കെ ദെൻ, നിങ്ങളുടെ ആ 3 മിനിറ്റിന് എനിക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കി തരാൻ പറ്റും. ഓക്കെ.